പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവ്യാനിക്ക് നയന കരൾ കൊടുക്കുകയാണ്. ഡിസ്ചാർജായി ദേവ്യാനി വീട്ടിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷം നയനയും ഓക്കെ ആവുകയാണ്. നയനയും ദേവ്യാനിയും പരിശോധിക്കാൻ വേണ്ടി അനന്തപുരിയിൽ ഡോക്ടേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വരുന്ന ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും ദേവ്യാനിയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുന്നുണ്ട്. ദേവ്യാനി അവരെ കാണുന്ന സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുകയാണ്. എഴുന്നേൽക്കേണ്ട ദേവ്യാനി, ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ട് അച്ഛ എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. അപ്പോഴാണ് ടേബിളിന്റെ മുകളിൽ ഭക്ഷണമുള്ളത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നത്. നീ എന്താ ദേവ്യാനി ഒന്നും കഴിക്കാറില്ലേ? ഇത് ഇന്ന് രാവിലെ കൊണ്ടുവച്ചതാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. ഉറങ്ങിപ്പോയി അമ്മേ, ഇപ്പോഴാണ് ഉണരുന്നത്. ഭക്ഷണം കൊണ്ടുവയ്ക്കുന്ന ആളെ ഞാൻ കാണാറേ ഇല്ല. ഭക്ഷണമൊക്കെ കൊണ്ടുവച്ച് പോകും. ഉറങ്ങുന്ന എന്നെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതിയാകും ഒന്നും മിണ്ടാതെ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. അത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുന്നുണ്ട്. അച്ഛ, ഈ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നത് അനാമികയാണ്. ഇതാരാണ് നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അനാമിക മോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അവളാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നതെന്ന് നിന്നോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അതെ അച്ഛ, അവളാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നത്. അവൾ എന്നോട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ. ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമാണ്. ഭക്ഷണവും മരുന്നും എല്ലാം കറക്റ്റായിട്ട് കഴിക്കണം. അതൊന്നും പേടിക്കേണ്ട അച്ഛ. അനാമിക മോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവളെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കും. എന്തായാലും ഇത് കഴിച്ചിട്ട് ആ മരുന്ന് എടുത്ത് കഴിക്കി. ഡോക്ടർ ഒഴിവുള്ള സമയത്ത് ഇങ്ങോട്ട് വരും. ശരി അച്ഛാ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയുമാണ്. എന്നത്തെയും പോലെ ജലജ ജാനകിയോട് ഓരോന്ന് പറയുന്നുണ്ട്. ഇതേ ജാനകി, നിന്റെ മരുമക്കൾക്ക് ക്രെഡിറ്റ് കിട്ടുമെന്ന് കരുതിയാണ് നയനിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നതെന്ന് ഞാൻ അടുത്തിയോട് പറയാത്തത്. ഈ ജലജെ, നീ ചതിക്കല്ലേ. മോൾക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഒറ്റ മോളല്ലേ. അവളുടെ അച്ഛനും അമ്മയും അവളെ പൊന്നു പോലെയാണ് നോക്കിയത്. അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. ഏടത്തിക്ക് അനാമിക മോൾ ദൈവത്തിന് തുല്യമാണ്. നീ അതിൽ കല്ല് വാരിയിടല്ലേ ജലജെ. എനിക്ക് അസൂയ ഉണ്ടായിട്ടൊന്നുമല്ല. ആ പെണ്ണ് ഏത് നേരത്താണ് ഏടത്തിക്ക് വിഷം കലക്കി കൊടുക്കുക എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് ജലജെ. ഏടത്തിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നും. പക്ഷെ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല എന്നൊക്കെ പറയുകയാണ് ജാനകി. സത്യം പറയാലോ ജാനകി, ആ മീനാക്ഷി പോയതിനു ശേഷം എൻ്റെ നടു ഒടിഞ്ഞിരിക്കുകയാണ്. അതേ ജലജെ, എന്തൊരു വലിയ വീടാണിത്. ആ നയന എങ്ങനെയാണാവോ ഈ വീട്ടിലെ ജോലിയെല്ലാം തീർക്കുന്നത്? കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും എൻ്റെ മേലെല്ലാം വേദനിക്കുകയാണ്. നയനയ്ക്ക് ഇപ്പോൾ റെസ്റ്റ് പറഞ്ഞിരിക്കുകയല്ലേ. എനിക്ക് അതല്ല അറിയാത്തത്. അവളൊന്ന് തല കറങ്ങി വീണു എന്നല്ലേ പറഞ്ഞത്. അത് ഇത്രമാത്രം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെ ജാനകി, എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനെടുക്കണം, അല്ലെങ്കിൽ പണിയെടുത്ത് എൻ്റെ നടു ഒടിയും. പിന്നീട് കാണിക്കുന്നത് ആദർശ് അമ്മയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുന്നതാണ്. വല്ലതും കഴിച്ചോ, മരുന്ന് കുടിച്ചോ എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ കുറേ നേരമായി കാത്തിരിക്കുന്നു. നീ രാവിലെ മുതൽ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. നീ ഇവിടെ ഇല്ലായിരുന്നോ? അത് അമ്മേ, ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ ആ നയനയുടെ അടുത്ത് കൂട്ടിയിരിക്കുകയായിരിക്കും. നിനക്കിപ്പോൾ അമ്മയെ വേണ്ട, നയനയെ മാത്രം മതിയല്ലോ. നിനക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് രണ്ടാമതൊരു കുഞ്ഞിനെ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാതിരുന്നത്. അതൊക്കെ എനിക്ക് അറിയാം അമ്മേ. ഞാൻ അമ്മയെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് ഓഫീസിൽ പെൻഡിങ്ങിലുള്ള ചില വർക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാൻ വൈകിയത്. അതൊക്കെ പോട്ടെ, നീ എന്നെ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കേ. എനിക്ക് പുറത്തേക്ക് ഒന്ന് പോകണം. ഇവിടെ ഇരുന്നിട്ട് എനിക്കിത് സ്വസ്ഥതയും കിട്ടുന്നില്ല. ചെവിക്ക് ചുറ്റും എന്തൊക്കെയോ പറക്കുന്നത് പോലെയാ. അമ്മ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാണ്. ഇപ്പോഴെന്തിനാ ടെൻഷനുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നത്? എങ്ങനെ ആലോചിക്കാതിരിക്കും? എൻ്റെ മോൻ എന്നെ കൊല്ലാൻ നോക്കിയ ഒരുത്തിയുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. അമ്മയുടെ ഡോക്ടർ വരെ പറഞ്ഞില്ലേ അത് ഫുഡ് പോയിസൺ കാരണം സംഭവിച്ചതാണെന്ന്. അല്ല, അതെന്നെ ഡോക്ടറെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അമ്മ എന്തിനാണ് വെറുതെ നയനയെ കുറ്റപ്പെടുത്തുന്നത്? ഒരിക്കൽ അമ്മ ദുഃഖിക്കേണ്ടി വരും. അതൊക്കെ എനിക്കറിയാം. ഒരിക്കൽ നീ എന്നെ ഇട്ടേച്ച് പോകുമെന്ന് എനിക്കറിയാം. ഏത് നേരവും അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തിനാണ് അങ്ങനെ കുത്തി നോവിക്കുന്നത് പോലെ പറയുന്നത്? ഞാൻ അമ്മയെ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നയനയുടെ സ്നേഹം ഇതുവരെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അവൾ എപ്പോഴും അമ്മയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിർത്ത്, നിന്റെ ഭാര്യയുടെ പുരാണമൊന്നും എനിക്ക് കേൾക്കേണ്ട. അവൾ ഇവിടെ ഉണ്ടായിട്ട് അവൾ ഇതുവരെ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പോലുമില്ല. അമ്മയല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് അവളെ കാണണ്ട എന്ന്. അവളെ കാണുമ്പോൾ അമ്മയുടെ അസുഖം കൂടുമെന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ. അതെ, എനിക്ക് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല. അവളെ കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുന്നത് പോലെ തോന്നും. അത് ശരിയാ അമ്മേ. ആ രക്തത്തിന് പോലും നയനെ വേണമെന്നാണ് അർത്ഥം. അങ്ങനെയല്ല, നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ്. അവളെക്കുറിച്ച് ഇനി നീ ഒന്നും പറയണമെന്നില്ല. എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യുകയും വേണ്ട. എനിക്ക് വേണ്ടി നീ ഒന്ന് പോയി തരാമോ? അമ്മയുടെ വാശിയൊന്ന് വിട്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വരും. അമ്മയ്ക്കിപ്പോൾ പുറത്തിറങ്ങിയാൽ പോരെ. അമ്മ വാ. എന്നെ തൊട്ടു പോകരുത് നീ. നയനയുടെ ഭാഗം പറയാൻ മാത്രമാണ് വായ തുറക്കുന്നത്. നിന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത് അവളാണെന്ന് ഒരു ബോധവും എനിക്കില്ല. ആ സമയമാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. കിട്ടിയ അവസരം നോക്കി അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ ഇത് ആദർശേട്ടാ? വല്യമ്മയെ എന്തിനാണ് ഈ സുഖമില്ലാത്ത സമയത്ത് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഒന്നും പറയേണ്ട മോളെ, ഇവനൊരു നഷ്ട ഭാര്യയെ കിട്ടിയപ്പോൾ പെറ്റു തള്ളയെ പോലും അവൻ മാറുന്നു. ആദർശേട്ടാ, ഇത് ആദർശന്റെ അമ്മയാണ്. ഭാര്യ പോയാൽ മറ്റൊരു ഭാര്യയെ കിട്ടും. പക്ഷെ അമ്മ പോയാൽ അങ്ങനെയല്ല.
അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. എനിക്ക് നീ പോയാൽ വേറെ ഭാര്യയെ കിട്ടും. കൊണ്ട് തന്നെ മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ അവന് ധൈര്യം ഉണ്ടായെങ്കിലല്ലേ. അങ്ങനെ ചെയ്താൽ അവൻ വിവരം അറിയും. ഇത് എന്റെയും ജാനകിയുടെയും ഒക്കെ മോളാണ്, അല്ലാതെ മരുമകളല്ല. അമ്മയെ തലയിലേറ്റി നടക്കുന്നവൾ അമ്മയെ തള്ളി പറയുന്നൊരു ദിവസം വരും. അന്ന് ഇതേക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. അമ്മ ഏതായാലും ഇങ്ങോട്ട് വന്നേ. നീ എന്നെ തൊട്ടു പോകരുത്. നിന്നെപ്പോലൊരു മകന് ജന്മം നൽകിയത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ്. ഒന്ന് നീ ഇറങ്ങി പോകാമോ എൻ്റെ മുറിയിൽ നിന്ന്? വല്യമ്മയെ ഞാൻ പിടിക്കാം. അത് തന്നെയാണ് മോളെ ഞാനും പറയാൻ വന്നത്. വല്യമ്മ ഒന്ന് എഴുന്നേൽക്ക്. ഇത് പറഞ്ഞ് ദേവ്യാനിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് അനാമിക. എന്നെ പതുക്കെ നടത്തിപ്പിക്കുന്നുണ്ട് അനാമിക. ആ സമയം ആദർശ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അനാമിക ആ സമയം ചിന്തിക്കുകയാണ്, എന്തൊരു വെയിറ്റാണ് ഇവർക്ക്, എനിക്കിത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അനാമിക ഇങ്ങ് മാറ്, ഞാൻ പിടിക്കാം. അനാമിക ആദർശ് പറഞ്ഞത് മാറാൻ നോക്കുകയാണ്. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, ഏയ് എൻ്റെ മോള് തന്നെ പിടിച്ചോളൂ, നീ പിടിക്കേണ്ട. അപ്പോൾ അനാമിക ചിന്തിക്കുന്നുണ്ട്, എന്തൊരു മുടിഞ്ഞ വെയിറ്റാണ്, താഴെ എത്തുന്നത് വരെ ഞാൻ ഇവരെ താങ്ങണമല്ലോ. മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ടും വല്യമ്മേ, എനിക്കൊരു കുഴപ്പവുമില്ല. വല്യമ്മ നടക്ക്, മോളിപ്പോൾ എന്നെ വിട്ടേക്ക്, എനിക്ക് നടക്കാൻ വയ്യായി ഒന്നുമില്ല, ഞാൻ പതുക്കെ നടന്നോളാം. ആ സമയത്താണ് ഡോക്ടർ കടന്നു വരുന്നത്. അത് കണ്ടുകൊണ്ടുവരുന്ന ഡോക്ടർ പറയുന്നുണ്ട്, ആഹാ ദേവ്യാനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഇയാളാണോ ദേവ്യാനിയെ നടക്കാൻ സഹായിക്കുന്നത്? ഏയ് മകന, ഇന്ന് എൻ്റെ മോള് നടത്തിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് ഏതായാലും നല്ലതാ, എന്നും ഇങ്ങനെ കുറച്ച് നടക്കുന്നത് ശരീരത്തിന് നല്ലതാ. ഇത് കേൾക്കുമ്പോൾ അനാമിക ചിന്തിക്കുകയാണ്, ഈശ്വര ഇനിയൊന്നും ഞാൻ ഇവരെ നടത്തിക്കേണ്ടി വരുമോ? ഈ ഡോക്ടർക്ക് ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഡോക്ടർ ദേവ്യാനി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നയനെ കാണുന്നില്ലല്ലോ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട്. നയൻ്റെ മോൾ എന്തെങ്കിലും ചെറിയ പണിയിലായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ പണിയൊന്നും അവളെ കൊണ്ട് ഇടിപ്പിക്കാറില്ല. ആ കുട്ടിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ല, അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്തായാലും നല്ലതാ സാറേ, എനിക്ക് എന്തെങ്കിലും ചെയ്തോട്ടെ, ഭാരമുള്ള ജോലികളൊന്നും ചെയ്യിപ്പിക്കാഞ്ഞാൽ മതി. അപ്പോൾ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അവളെ ഒന്ന് തല കറങ്ങി വീണതിനാണോ അവളെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? അത് ദേവ്യാനി, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ഹെൽത്ത് നോക്കുന്നത് നല്ലതാണ്. അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അവൾ അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഇവിടുത്തെ വേലക്കാരിയാണ്. അങ്ങനെ ജോലിക്കാരികൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ദേവ്യാനി നിന്റെ സംസാരം കുറച്ച് അതിര് കിടക്കുന്നുണ്ട്. ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ മോളെ നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഡോക്ടർ, ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ മോൾ നല്ല കുട്ടിയല്ലേ, പിന്നെ അവളെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ദേവ്യാനിയുടെ തെറ്റിദ്ധാരണകൾ കാരണമാണ് അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. ഒരിക്കലുമല്ല, അവളെ കഴിഞ്ഞ് ആളുകളെ മയക്കിയെടുക്കാൻ മറ്റൊരാളുണ്ടാവും. അത്രയും സൂത്രശാലിയാണ് അവൾ. എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. ദേവ്യാനിക്ക് ഒരിക്കലും സ്വന്തം മരുമകളുടെ ആവശ്യമുണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. ആ കുട്ടിയുടെ നല്ല മനസ്സാണ്, അത് കണ്ടിട്ടില്ലെങ്കിൽ ദൈവത്തിനെ നിന്ദിക്കുന്നത് തുല്യമാണ്. ആ കുട്ടിയെ സ്നേഹിക്കുന്നത് ദേവ്യാനിയുടെ നല്ലതിനാ. ദേവ്യാനിയുടെ ജീവൻ നൽകിയ ദൈവത്തിനോട് ഇങ്ങനെയൊക്കെ നന്ദി പ്രകടിപ്പിക്കാം. ഡോക്ടറുടെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ അവളാണ് എനിക്ക് കരൾ തന്നതെന്ന്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ദേവ്യാനി നല്ലൊരു മനസ്സ് തിരിച്ചറിയാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അതൊക്കെ വിട്, ഓരോന്നാലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കേണ്ട. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് മൂർത്തി സാറേ. അപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെയാണ്. ഞാൻ കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് വാങ്ങണം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ശരി ഡോക്ടർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ദേവ്യാനിക്ക്? ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെയാണ്. ആദ്യം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ പോകാൻ നേരത്തെ ഡോക്ടർ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മൂർത്തി സാർ, എനിക്ക് മൂർത്തി സാറിനോടൊന്ന് സംസാരിക്കണം. അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ മുത്തശ്ശനോട് പറയുകയാണ്, ആന്റിയുടെ കാര്യം വളരെ കഷ്ടമാണ്. അവൾ എന്തൊക്കെ ചെയ്തിട്ടും ദേവ്യാനി മേഡത്തിന് മനസ്സിലാകുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാണ് ഡോക്ടർ? എല്ലാവരും നല്ല മരുമകളെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ഇവിടെ നല്ല മരുമകളെ കിട്ടിയിട്ടും അവൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനെയിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ദേവ്യാനി, അതിനെയിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ദേവ്യാനി ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല സാർ? അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ മോളാണ് ലിവർ കൊടുത്തതെന്ന് ദേവ്യാനി അറിഞ്ഞാൽ അവൾ അങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ദേവ്യാനി ചിലപ്പോൾ സ്വന്തം ശരീരത്തോട് ആ ദേഷ്യം തീർത്തെന്ന് വരും. ഇപ്പോൾ എന്തായാലും സാർ ആ കാര്യം പറയേണ്ട. ദേവ്യാനി മേഡത്തിൻ്റെ ആരോഗ്യം ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടട്ടെ, പിന്നീട് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. എങ്കിൽ ഞാൻ പോവുകയാണ് സാർ, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ദേവ്യാനിയുടെ അടുത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശ, ഡോക്ടർ എന്ത് പറഞ്ഞു? അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പവുമില്ല എന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് ഇന്നലെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു വയറിൻ്റെ ഉള്ളിൽ, അത് പറഞ്ഞു. അത് കാര്യമാക്കാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. മോളുടെ അമ്മായിമ്മ മോളെ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് മുത്തശ്ശിക്കും. മോളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതും പറഞ്ഞ് നയനയും മുത്തശ്ശനും കൂടി ദേവ്യാനിയുടെ അടുത്തേക്ക് പോവുകയാണ്. നയനെ കാണുമ്പോൾ ദേവ്യാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ നയന ചോദിക്കുകയാണ്. എന്നോട് വെള്ളം ചോദിച്ചോ എന്ന് ദേവ്യാനി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. പറഞ്ഞിട്ടില്ലെങ്കിലും ചോദിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ.
അവളുടെ ഒരു കടമ. കുടിക്കാൻ തന്ന് നീ എന്നെ ഈ അവസ്ഥയിലാക്കി. എന്താടി നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ? ദേവ്യാനി, നീ പറയുന്നതല്ല മഹാപാപമാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. ഇത് പാപമാണ്. ഇവൾക്ക് എന്നെ കൊല്ലാൻ നോക്കാം. എനിക്ക് ശാസിക്കാൻ അർഹതയില്ലേ? ആ തവണ ദേവ്യാനി നിന്നോട് പറഞ്ഞതാണ്. നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? നിന്റെ മരുമകളല്ല നിന്നെ കൊല്ലാൻ നോക്കിയത്. ആരോ ആണ്. അത് കണ്ടുപിടിക്കണം. അതുവരെ നീ പാവത്തിന് പഴി ചാരാതിരിക്കെ. ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഞാൻ നിന്നെ തീർത്തേനെ. ദേവ്യാനി, നിനക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ അതപ്പതിച്ച വാക്കുകൾ പറയുമ്പോൾ ഞാനും വസന്തരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ദയവ് ചെയ്ത് അത് മുതലെടുക്കാൻ നോക്കരുത്. എനിക്ക് അത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ നീ എന്തോ പുണ്യം ചെയ്തതുപോലെയാണ്. നീ എന്താടി അത്രയും വലിയ പുണ്യം നീ എനിക്ക് ചെയ്തിട്ടുണ്ടോ? നാളമില്ലാത്തവൾ കുടിക്കാൻ വല്ലത് വേണോ എന്ന് ചോദിച്ചു വന്നിരിക്കുക. എന്നെ നിനക്ക് ഇനിയും കൊല്ലണോ? ആ മുറിയിൽ കിടന്നപ്പോൾ കുറച്ച് സമാധാനമുണ്ടായിരുന്നു. ദേവ്യാനിയുടെ വാക്കുകൾ കേട്ട് ഞാനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക.